ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് ഇന്നൊരു പുഴുവിനും പ്രാണിക്കും എല്ലാവരും കൂടിയുള്ള നല്ലൊരു മരുന്നാണ് ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത് കപ്പച്ചപ്പ് ഉണ്ടല്ലേ. ഇതേപോലത്തെ ഈ കർമൂസിൻ്റെ ഈ ഇല മുറിച്ചിട്ടിട്ട് ഇന്നലെ ഒരു ദിവസം ഇതേപോലെ മുറിച്ചിട്ട് വെള്ളാക്കി വെച്ചിട്ട് ഇതിനിപ്പം ഞെരടിയിട്ട് ഇതിൽ ഒഴിക്കട്ടെ. ഇത് ഞാൻ ഒരു 2 തണ്ടാന്ന് വലിയ നല്ല വലിയ തണ്ടാന്ന് ഒരു തണ്ടാന്ന് എടുത്തു. നല്ല മൂത്ത തണ്ട എടുക്കും. മൂത്ത തണ്ടൊക്കെ എടുക്കണം, എന്നാലും അതിന് നന്ന തിരിലെടുക്കരുത്. ഒരു വലിയ നല്ല തണ്ടൊക്കെ എടുക്കണം. അതായത് ഇതിപ്പോൾ ഞാൻ പിഴിഞ്ഞിട്ട് ഇത് ഇവിടെ വെക്കട്ടെ. ഇതേപോലെ ഇവിടെ വെക്കട്ടെ. ഉണ്ടല്ലേ, ഇത് നല്ല പച്ച കളർ വെള്ളം അതിന് വേണ്ട. കണ്ടില്ലേ, ഇത് വേണ്ട, ഇത് കണ്ടില്ലേ, ഇതേപോലെ ആയി. ഇതേനിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിക്കട്ടെ. ധരിക്കാനാണ്. ധരിക്കാണ്ടിരുന്നാൽ അതിൻ്റെ അകത്ത് ഒഴിച്ചാൽ ഒരു അതിൻ്റെ അകത്ത് പോവില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ അരിക്കുന്നത്. ഉണ്ടല്ലേ, ഇനിയിപ്പം ഇതും കൂടി അരിക്കട്ടെ. ഈ വെളുത്തുള്ളി, ഇതിപ്പോൾ വെളുത്തുള്ളിയും പിന്നെ ഇതും കൂടിയാണ്, ഈ കാന്താരിയും കൂടിയാണ് ഞാൻ അരച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇത് ആ കാന്താരിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. പിന്നെ വേപ്പെണ്ണ മിശ്രിതം ഞാൻ ഇത് മൊത്തം വേപ്പെണ്ണ മിശ്രിതമാക്കിയത് കൊണ്ട് ഞാൻ ഇതിൽ സോപ്പിൻ്റെ ലിക്വിഡ് വേണം. സോപ്പിൻ്റെ ലിക്വിഡ് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. അത് ലിക്വിഡ് ആക്കിയതാണ്, ലിക്വിഡ് തന്നെ വാങ്ങിയതാണ്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഇതിൽ ഒഴിക്കട്ടെ. ഇതിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കട്ടെ. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇതും കൂടി അരിച്ച് എടുക്കട്ടെ. കണ്ടാ, ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട്, മഞ്ഞൾപ്പൊടി അത് നല്ലതാണ്. മഞ്ഞൾപ്പൊടി കൂടിയെല്ലാം പുഴുവിനും എല്ലാവരും നല്ലതാണ്. ഇതിപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇതേപോലെ ആക്കിയിട്ട് അരിച്ചിട്ട് ഇതിൻ്റെ തോലും എല്ലാം കൂടി അരിച്ചാക്കിയിട്ട് ഇതിൽ ഒഴിക്കുക. ഇതിപ്പോൾ ആക്കി കഴിഞ്ഞാൽ നല്ല പുഴുവെല്ലാം പാഞ്ഞോളും. പിന്നെ പുഴുണ്ടാവും. 1-2 പ്രാവശ്യം, ഇനി അഥവാ ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്തിട്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കാം. ഈ ജൈവ മരുന്നാകുമ്പോൾ കീഞ്ഞു പോവുകയുള്ളൂ, പിന്നെയും വരും. അതുകൊണ്ട് ഇടക്കിടക്ക് ഇതെല്ലാം അടിച്ചു കൊടുക്കണം. അതാണ് ഈ ജൈവ മരുന്നിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഈ ഇങ്ങനെയുള്ളതെല്ലാം പിന്നെയും അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഉണ്ടില്ലേ, ഇതേപോലെ അരിച്ചു കൊടുക്കുക. ഞാൻ അയച്ചു എടുക്കട്ടെ. ഇതുപോലെ അരിച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ കളറ് കണ്ട. ഇപ്പം കണ്ടില്ല, ഇതേപോലെ ഇതിൻ്റെ അകത്തിട്ടിട്ട് ഇത് തേച്ചു, ഇതിൻ്റെ പുണ്ടി തേച്ചു, ഇതിന് കടി. ഇത് വെളുത്തുള്ളിൻ്റെയും കാന്താരിൻ്റെ എല്ലാം ഞാൻ ചതക്കിയിട്ടേ ഉള്ളൂ, നല്ലോണം അരച്ചിട്ടില്ല. മഞ്ഞളും എല്ലാം കൂടി നല്ലപോലെ ഞാൻ ഉണ്ടിയിട്ട് ഇതിലാക്കട്ടെ. ഇതിൻ്റെ മഞ്ഞ കളർ തേച്ചിങ്ങ് വരട്ടെ. ഇത് സത്ത് തേച്ചിങ്ങ് കിട്ടട്ടെ, എന്നാൽ മാത്രമേ നമുക്കിത് അങ്ങോട്ട് കിട്ടൂലൂ. കണ്ടില്ലേ, ഇതേപോലെ ചെയ്യാം. ഇത് നമ്മൾ എപ്പോൾ എല്ലാ സമയത്തും നമ്മളിത് വയ്ക്കുമ്പോഴേ അടിച്ചു കൊടുത്തോണ്ടിരിക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഈ പുഴുക്കളോ കൃമികളോ വന്നുകൊണ്ടിരിക്കും. ഇത് ഈ പച്ചക്കറിക്ക് ജൈവ മരുന്ന് അടിക്കുന്നതുകൊണ്ട് ഇടക്കിടക്കേ ഇത് വന്നുകൊണ്ടിരിക്കും. അന്നേരം എന്നാ നമ്മൾ വേണ്ടത് വെച്ചാൽ ഇത് കൃത്യമായിട്ട് നമ്മൾ അടിച്ചുകൊണ്ട് നിൽക്കുക. എല്ലാം മാറ്റി മാറ്റി അടിക്കണം, ഒന്നെ അടിക്കരുത്. പലതരത്തിലും മരുന്നുണ്ട്, എന്തെല്ലോ മരുന്നുണ്ട്. ഓരോന്നും ഇതിന് പറ്റുന്ന, ഈ പുഴുവിന് പറ്റുന്നതെല്ലാം പലതരത്തിലുള്ള മരുന്നുണ്ട്. അതെല്ലാം കൊടുത്തു നോക്കുക. അതിലേതാണ് പിടിക്കുന്ന വെച്ചാൽ പിടിക്കട്ട്. കണ്ടില്ലേ, ഇതേപോലെ ഇപ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു 3 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആക്കുന്നേ. ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു 3 ലിറ്റർ വെള്ളത്തിന് 30 മില്ലി വേണം. 30 മില്ലി വേപ്പെണ്ണ വേണം. ഇതല്ലേ, ഇത്ര പോരെ എടുക്കുന്നത്. ഇത് കണ്ട വെള്ളം കണ്ട നല്ല വെള്ളമായി കണ്ടില്ലേ, ഇത് അതേപോലെ. അതിന് ശേഷം ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ ഇനി ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട്
അടിച്ചു കൊടുക്കാൻ. ഇതിനകത്ത് ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്താ നല്ല മരുന്നാണ് കേട്ടാ. ഇതേപോലെ ഈ കപ്പേന്റെ ചപ്പു എല്ലാത്തിനും ക്രിമിക്കുമെല്ലാം അതിന്റെ പാലടക്കമുള്ള വെള്ളം, ഇത് പാലടക്കാണ്. അതുകൊണ്ടാണ് ഈ പുഴുവിനെല്ലാം വേഗം നശിച്ചു പോകുന്നത്. പിന്നെ എള്ളെണ്ണ ഒഴിച്ചില്ല, അല്ല വേപ്പെണ്ണ ഒഴിച്ചില്ല, വേപ്പെണ്ണ ഒഴിക്കട്ടെ. ഞാനത് ഒഴിച്ചു എന്നാ വിചാരിച്ചു. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കറക്റ്റായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ഇല്ലാണ്ടായിപ്പോവും. വേണ്ടാ ഇത് വേണ്ട, ഇത് 30 മില്ലിയാണ്. 10 മില്ലി എടുക്കുന്നത്. ഇത് കണക്കായിട്ടുണ്ട് 30 മില്ലി അറച്ചുകൊണ്ട്. ഇത് 30 മില്ലിയാണ്. വേണ്ടാ ഉണ്ടല്ലേ. ഉണ്ടല്ലോ. അടിയിൽ കുറച്ച് വലിയാനുണ്ട് ബാക്കി. വേണ്ട ഇനിയാ നമുക്കിത് അടിച്ചു കൊടുക്കാലോ. ഇനി ഇതിപ്പം അടിച്ചു കൊടുക്കാം. ഇത് അരിക്കാനാണ് പണി. വെള്ളത്തിൽ വല്ലതും പൊടിയുണ്ട്. ആ പൊടി അന്നേരം ഇതിന് കുടുങ്ങുമായി. അതാണ് വിഷമം. വെള്ളത്തിൽ വരെ പൊടിയാ, അവിടെ താങ്ങി നിൽക്കൂല. ഇതിൻ്റെ ഉള്ളിൽ എല്ലാം പൊടിയാ. അന്നേരം ഇതിപ്പോൾ അടിക്കാൻ വിഷമമാണ്. ഇതേപോലെ എടുത്തു. ഇനിയിപ്പം ഞാൻ കാണിച്ചു തരാമല്ലോ. നിങ്ങൾ ഒരിക്കൽ അടിച്ച് കാണിച്ചു തരാം, എന്നിട്ട് മതിയാക്കാം. ഉണ്ടാ ഞാൻ അടിക്കട്ടെ. ഉണ്ടാ ഇതേപോലെ നല്ല വൃത്തിയിൽ അടിച്ചു കൊടുക്കണം. നല്ല അകവും പുറവും ആക്കിയിട്ട് അടിച്ചു കൊടുത്താൽ നല്ലോണം പൂവും കായും ഉണ്ടാവും, പുഴുവും ഉണ്ടാവില്ല, എല്ലാം പോവും. അടിയിലോളം ഇതിൻ്റെ ആ കേട് വന്നതെല്ലാം മുറിച്ച് കളയണം. കണ്ടാ ഇല ചുരുളിച്ചെല്ലാം വരുന്നുണ്ട്. കണ്ടാ ഇതെല്ലാം വരും. ഇത് ഈ ചുരുളിച്ചെല്ലാം വന്നാൽ പിന്നെ പോയി തക്കാളിയെല്ലാം. അതുകൊണ്ട് എന്നാ വേണ്ട വെച്ചാൽ നല്ല വൃത്തിയിൽ അടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ആദ്യം ഇടയ്ക്കിടയ്ക്കേ കൊടുത്തോണ്ടിരിക്കണം മരുന്ന്. ഒരിക്കലും കൊടുത്താൽ പോരാ. കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ വേഗം പോവും, നശിച്ചു പോവും. ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ചിത്രകീടെല്ലാം വന്നിട്ടുണ്ട്. കണ്ടാ ചിത്രകീടെല്ലാം ഉണ്ട് വന്നിട്ട്. ഇങ്ങനെ അടിക്കണം, മേലോട്ട് അടിക്കണം. മേലോട്ട് കണ്ട ഇതേപോലെ എല്ലാം മേലോട്ടാക്കിയിട്ട് അടിച്ചു കൊടുക്കണം. ഇതേപോലെ കണ്ടില്ലേ, ഇതിങ്ങനെ പൊന്തിച്ചിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കണം. അടി പൊന്തിച്ചിട്ട്, അല്ലെ പിന്നെ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അടിച്ചു കൊടുക്കണം. കണ്ടില്ല, അതേപോലെ അടിച്ചു കൊടുക്കണം. ഇത് കണ്ട ഇതേപോലെ. ഇത് കണ്ട നല്ലോണം സ്പ്രേ ആയിട്ട് അടിച്ചു കൊടുത്താൽ നല്ലപോലെ ഉഷാറായിക്കോളും, പോയിക്കോളും മരുന്ന്. പുഴുവൊന്നും ഉണ്ടാവില്ല. പിന്നെ കായ് പിടുത്തോ എല്ലാം ഉണ്ടാവും. നല്ല മരുന്നായത്, അസല് മരുന്നായത്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചിട്ടാണ് ഞാൻ. ആരെല്ലോ ചോദിക്കുന്നുണ്ട് പുഴുവിൻ്റെ മരുന്ന് എന്നാണ് ഇന്നലെ ചോദിക്കുന്നുണ്ട്. പുഴുവുണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നില്ല. എന്നാൽ പിന്നെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതേടെ കാണിച്ചിന്. അതിൻ്റെ അടിയിലേ കൂടി അടിക്കണം. അടിയിലെല്ലാം ഉണ്ടാവും. ഇതൊരു പുഴു മാത്രമല്ല, ഒരു പ്രാണിയുണ്ട് വന്ന് പറ്റുന്നത്. അതാണ് ഈ ഇല തിന്നുന്നത് ചെത്തി തിന്നുന്നത്. ഒരു ജാതി ഒരു ഉളിയുന്നൊരു പ്രാണിയുണ്ട്. അത് വല്ലാതെ കുഴിക്കുകയും ചെയ്യും, വല്ലാതെ കടിക്കുകയും ചെയ്യും നമ്മളെ. അതുകൊണ്ട് അതാണ് ഈ കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഈ കുത്തിരേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നമുക്ക് നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക, സബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.